ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ട്രാവലിംഗ് വീഡിയോ അല്ല, കുക്കിംഗ് വീഡിയോ അല്ല, നമ്മുടെ യൂട്യൂബ് ജേണിയെ പറ്റി കുറച്ച് പറയാമെന്ന് വെച്ചിട്ട് വന്നതാട്ടോ. എനിക്ക് അറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആകെ ഡിപ്രഷൻ അടിച്ച് എന്തോ ആകെ ഒറ്റപ്പെട്ട് നിൽക്കണ ആ ഒരു സിറ്റുവേഷനിൽ എന്താണെന്ന് വെച്ചാൽ മക്കൾ സ്കൂളിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടേതായ രീതിയിൽ പോയി. പിന്നെ ഗൾഫിൽ പോയ ടൈമിൽ ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞാനൊരു വർക്ക് ചെയ്യാൻ പോകണില്ല, പഠിക്കാൻ പോകണില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസൊക്കെ വന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് വന്നതല്ല. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടി ഒറ്റയ്ക്കിരുന്ന് വിഷമിച്ചിരിക്കണ കണ്ടപ്പോൾ ഏട്ടന എന്നോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ റീൽസോ കാര്യങ്ങളോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കില്ലേന്ന് എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അപ്പോൾ ഓക്കെ നോക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് റവന്യൂ കിട്ടുന്നോ, അല്ലെങ്കിൽ റവന്യൂ കിട്ടുമെന്നറിയാം, പക്ഷെ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാർക്ക് ഇതൊക്കെ ഓക്കെ ആവുമോ എന്നുള്ള ആ ഒരു ഇതൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ പൈസ കിട്ടുന്നോ, ഒന്നും ആവില്ല, നമുക്കതൊന്നും ആവില്ല. പക്ഷെ നമ്മുടെ ടൈം നമുക്ക് വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സന്തോഷം എന്നുള്ള രീതിയിൽ ഒരു ചാനൽ എന്ന രീതിയിലായിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ചേച്ചി നല്ല സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡും ചേച്ചിയും രണ്ടാളും കട്ട സപ്പോർട്ടോടു കൂടി ഒന്നിച്ചുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് എനിക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും മോണിറ്റൈസേഷൻ വരെ എത്തിക്കാനും സാധിച്ചത്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടല്ല വീഡിയോസ് ഷോർട്സൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോർട്സിലൊക്കെ മോനായിരുന്നു കോമഡി ഡബ് കാര്യങ്ങളൊക്കെ അവനെ വെച്ചിട്ട് ചെയ്തിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നെ ഒന്ന് രണ്ട് ലോങ് വീഡിയോസ്, ട്രാവലിങ്ങിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. ഫസ്റ്റത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കണേ, പുറത്ത് പോയിട്ട് ചേനത്തണ്ട് കട്ട് ചെയ്ത് വന്ന് അത് വെച്ചിട്ട് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഒരു 3K വരെയൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഒരു ലോങ് വീഡിയോ അത്ര പോരെ ഓടുക എന്ന് പറഞ്ഞാൽ, അത്ര പോലെ ആൾക്കാർ കാണുക എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഇട്ട വീഡിയോസൊന്നും വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം വീഡിയോസ് കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ എടുത്തിട്ട് ട്രാവലിങ്ങും കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത്ര വലിയ വ്യൂവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ തന്നെ മുഖം കാണിച്ചിട്ട് ഇങ്ങനെ ഡബ് ചെയ്ത് കോമഡി ഡബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഷോർട്സ് ഇടാൻ തുടങ്ങി. അതിൽ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. എന്നിട്ടും നമ്മൾ വിചാരിക്കണ മാതിരി ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 1K എങ്ങനെയെങ്കിലും ഒരു 1K സബ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു തെറ്റായ ധാരണ എനിക്കുണ്ടായിരുന്നു. ഈ 1K സബ് അടിക്കുകയാണ് ആദ്യത്തെ ഇതെന്നുള്ളത് നമ്മളെ വെറും തെറ്റായ ധാരണയാണ്. ഞാൻ പിന്നെ ഒരു 1K ആകുന്നതിന് കുറച്ച് മുമ്പാണ് ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്പ പേടിയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയുള്ള ആൾക്കാരാണ്, നമ്മൾ ഒരു പരിചയമില്ലെങ്കിലും ഒരുപാട് ലൈവൊക്കെ കാണാറുണ്ടായിരുന്നു ആ ടൈമിലും. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മളോടും ഈ രീതിയിൽ മോശമായിട്ട് സംസാരിക്കുമോ, എങ്ങനെ റിയാക്റ്റ് ചെയ്യുക, കരഞ്ഞിട്ട് ലൈവ് കട്ട് ചെയ്ത് പോയിട്ട് വരെ ഉണ്ടായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഏട്ടന്മാരൊക്കെ ആയിട്ടും അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ ലൈവിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ച് കയറിയിട്ട് ഇപ്പോൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവരോട് റിയാക്റ്റ് ചെയ്യാനുള്ള പാകത്തിന് അവരാണ് എന്നെ ആക്കി തീർത്തത്. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ട് ലൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക കാരണം അവർ തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ എനിക്ക്. പിന്നെ അങ്ങോട്ട് വരാം. അതിനു മുമ്പേ നമ്മൾ ആദ്യം സബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു തെറ്റായ ധാരണ 1K സബ് എന്നുള്ള തെറ്റായ ധാരണ വെച്ചിട്ട് ഞാൻ ആദ്യം കുറേ ഇങ്ങനെ നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസിന് ഗ്രീൻ സ്ക്രീൻ ചെയ്തിട്ട് ഒരു 250 വീഡിയോളം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് സബ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. പക്ഷേ 1K സബ് ആയതിന് ശേഷം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു.
4000 വാച്ച് അവറും 1K സബ്ബുമാണ് നമ്മുടെ മോണിറ്റൈസേഷൻ നേടിയെടുക്കാനുള്ള ക്രിറ്റീരിയ. 4000 വാച്ച് അവർ അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ്. 10 മില്യൺ വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി റിസ്ക്കാണ്. അതിനേക്കാളൊക്കെ ലൈവ് കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളത് 1-2 ലൈവ് കണ്ടിട്ടും വീഡിയോസ് കണ്ടിട്ടും ഒക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ആ ലൈവ് ഇടാൻ തുടങ്ങിയത്. ലൈവ് ഇട്ട് പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, തെറ്റായ ധാരണയാണ്. ഫസ്റ്റ് 1K സബ്ബാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. നമുക്ക് 4000 വാച്ച് അവർ അല്ലെങ്കിൽ 10 മില്യൺ വ്യൂ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് 1000 അല്ല 2000 അല്ല 3000 സബ്ബ് നമുക്ക് നേടിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും, ഉറപ്പായിട്ടും. ഒന്നും അല്ലെങ്കിൽ 1K സബ്ബ് എന്ത് വന്നാലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും. എന്ന് വെച്ചാൽ 4000 വാച്ച് അവർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയണ്ടേ, അത്രയും കഷ്ടപ്പാടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോഴായാലും ലൈവ് ചെയ്യുമ്പോഴായാലും ആൾക്കാർ വന്നിട്ട് അതും ഇതും പറയുമ്പോഴും അല്ലെങ്കിൽ വന്ന ആൾക്കാർ, നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ നമ്മളെ ഒരു കാരണവുമില്ലാതെ ഇട്ടിട്ട് പോകുമ്പോഴും ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇവിടെ നിലനിന്ന് പോണേ. എന്താ വെച്ചാൽ നമ്മളെ ആ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാനുണ്ടായ ആ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ്, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര മാസങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടാണ് നമ്മളൊരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുത്തതെന്ന് ഒരു സെക്കൻഡ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു വിഷയമേ ആവില്ല. ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും നമ്മളെ അത് ബാധിക്കുക പോലുമില്ല. സത്യമാണ്, എൻ്റെ ലൈഫിൽ അതങ്ങനെയാണ്. ഇതൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. ഏതവൻ്റെയൊക്കെ വായിലിരിക്കണ കേട്ടിട്ട് നമ്മളെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത്, നമ്മളെ അത്രയും കട്ടയ്ക്ക് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരുടേതായ രീതിയിലേക്ക് അവരിറങ്ങി പോകുമ്പോൾ വിഷമമുണ്ടാവും. പക്ഷെ ആ വിഷമം നെഞ്ചിലേറ്റിയിട്ട് ചാനൽ കണ്ടിന്യൂ ചെയ്യാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ലൈവോ കാര്യങ്ങളോ കണ്ടിന്യൂ ചെയ്യാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ്. ഒരാൾ പോയാൽ 10 പേരും വരും എന്ന് വിശ്വസിക്കുക, സത്യം. എന്നിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വിഷുവിനാണ് എനിക്ക് ഇതുപോലെ 4000 ഞാൻ ഹാഫ് മോണി ആയ സമയത്ത് 3000 വാച്ച് അവറും ആ സമയത്തേക്ക് 1K സബ് ആയിട്ടുണ്ടായിരുന്നു. ഹാഫ് മോണിക്ക് 500 വേണ്ടു, 500 സബ്ബും 3000 വാച്ച് അവറേ വേണ്ടു. പക്ഷേ എനിക്ക് 1K സബിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. 3000 സബ് ആയപ്പോൾ തന്നെ മോണിറ്റൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് പേടിയുണ്ടായിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുത്താലോ. പൈസ കൊടുത്തിട്ട് മീൻസ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ക്രിറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ, വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരാളെ നമ്മുടെ ചാനൽ ഏൽപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിന്നെക്കൊണ്ട് വിചാരിച്ചാൽ പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഒന്ന് പിഴച്ച് പോയാൽ നമ്മുടെ ഇത്രയും കാലത്തെ എഫേർട്ടാണ് നഷ്ടപ്പെടാൻ പോണേന്നുള്ളത് ഒരു ടെൻഷൻ നല്ല പോലെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഏട്ടൻ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് 1-2 വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബുക്കിൽ എഴുതി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം, ഒരു ഫോണേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വീഡിയോ നോക്കിയിട്ട് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ആ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഓരോ വഴികളും എഴുതി വെച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കാണ് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്. അന്ന് ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്താ പറയണ്ടേ, എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു. കാരണം നമ്മളെ കാണി നല്ല അറിവുള്ള ആൾക്കാർ വരെ ക്യാഷ് കൊടുത്തിട്ട് 5000-6000 ഒക്കെ എമൗണ്ട് കൊടുത്തിട്ടാണ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് തോന്നിയായിരുന്നു. ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചിടത്തുനിന്ന് ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് ഇത്രയും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടും എല്ലാവരെ കൊണ്ടും
എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു തരണേ. എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും നമ്മളൊരു ലക്ഷ്യം ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാവണം ജീവിതത്തിൽ. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് അത് മാത്രമായിരിക്കണം വ്യൂ പോയിൻ്റ്. അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്കത് നേടിയെടുക്കാൻ കഴിയും, ഉറപ്പായിട്ട് നേടിയെടുക്കാൻ കഴിയും. കഴിഞ്ഞ വിഷുവിന്, ഈ വിഷു വന്നിട്ടുണ്ടെങ്കിൽ 1 ഇയറായി നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായിട്ട്. അപ്പോൾ കഴിഞ്ഞ വിഷുവിന് ഞാൻ പറഞ്ഞു എൻ്റെ ലൈവിൽ വന്ന് കട്ട സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഏട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ എല്ലാവരും കൂടിയാണ് ചാനൽ മോണിറ്റൈസേഷനായി ID വെരിഫിക്കേഷന് നമ്മുടെ അഡ്രസ്സ് വെരിഫിക്കേഷന് ആണെന്ന് തോന്നുന്നു പിൻ നമ്പർ വരണം. പിൻ നമ്പർ നമുക്ക് പോസ്റ്റ് വഴി യൂട്യൂബ് അയച്ചു തരണതാണ്. അപ്പോൾ അത് വരണമെങ്കിൽ നമുക്ക് $10 കംപ്ലീറ്റ് ചെയ്യണം. $10 കംപ്ലീറ്റ് ചെയ്യണം. അതും ഹാഫ് മോണി ആയിരിക്കണ സമയത്താണ് എനിക്ക് അവരൊക്കെ ചേർന്ന് സൂപ്പർ ചാറ്റ് അടിച്ചിട്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് ഒരൊറ്റ ആഴ്ച കൊണ്ട് $10 കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനത് നേടിയെടുത്തു. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതല്ലല്ലോ. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അവരുടെ സപ്പോർട്ട് തന്നിട്ട് ഞാൻ നേടിയെടുത്തതാണ്. ഒരാഴ്ച കൊണ്ട് അത് $10 കംപ്ലീറ്റ് ചെയ്ത് ID വെരിഫിക്കേഷനും കഴിഞ്ഞ് അഡ്രസ്സ് നമ്മുടെ വിഷുവിന് തൊട്ട് മുമ്പേ മോണിറ്റൈസേഷൻ ആയിരുന്നു കേട്ടോ. വിഷുവിൻ്റെ ആ ടൈമിൽ, വിഷുവിന് 2 ദിവസം മുമ്പ് എങ്ങാണ്ടാണ് എനിക്ക് ഈ അഡ്രസ്സ് വെരിഫിക്കേഷനുള്ള പിൻ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ഒരു പോസ്റ്റ് നമുക്ക് കിട്ടണേ. അപ്പോൾ അത് വന്നപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു സാധനം അയച്ചു തരിക, നമ്മളെ കയ്യിലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് ഞാൻ അതിൻ്റെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം, എനിക്ക് എന്നോട് തന്നെ പ്രൗഡ് തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അത്രയും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എനിക്കത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ആ മാസത്തിന് കഴിഞ്ഞ് പിറ്റേ മാസം ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിൽ എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടി. ആദ്യത്തെ റവന്യൂ എനിക്ക് കിട്ടി. ഞാൻ ആ സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീഡിയോ ആയിട്ട് അത് ചെയ്യണത് ഇപ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് റവന്യൂ കിട്ടി. അതിലും ഒരുപാട് സന്തോഷം. നമ്മളെപ്പോലെയുള്ള ഒന്നും അല്ലാത്ത സാധാരണക്കാരായ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. $100 കംപ്ലീറ്റ് ചെയ്തിട്ട് റവന്യൂ ഞങ്ങളുടെ കയ്യിലെത്തിയത്. അപ്പോൾ അന്ന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങി സ്വന്തം നാട്ടുകാർ പോലും, അവൾക്ക് അഹങ്കാരം, അവളങ്ങനെ മോഡേണായി നടന്നിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ ഒരു തരത്തിലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഷോർട്സ് ചെയ്യാറുണ്ട്, ലൈവ് ചെയ്യാറുണ്ട് എന്നല്ലാണ്ട് ഞാൻ ഒരു തരത്തിലും വേഷം കെട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചെയ്തിട്ടോ അങ്ങനെയുള്ള ഒരു മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടല്ല ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയതും. ചാനലിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ആദ്യമൊക്കെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്കൊക്കെ ഒരു ഹരമായിരുന്നു, നോക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നേരിട്ടല്ലെങ്കിൽ പോലും ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് ഒരു തരം ഇൻസൾട്ട് ആക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അന്നും ഞാനത് മൈൻഡ് ചെയ്തില്ല. ഇന്ന് ഞാനതിൽ എനിക്കൊരു ശതമാനം പോലും ഞാൻ മൈൻഡ് ചെയ്യാറേയില്ല. ഒരാളെയും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മളെ നാട്ടുകാരെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നിടത്തിരിക്കും. സത്യമാണ്, നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ ഇരിക്കും. ആയുഷ്കാലം മുഴുവൻ അവിടെ തന്നെ ഇരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുക. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുക. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അവർക്ക് സങ്കടമില്ലാത്ത രീതിയിൽ, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഇപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോഴായാലും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു രൂപ നമുക്കതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെ തള്ളിക്കളഞ്ഞവരും മനഃപൂർവ്വം മറന്ന് ഒഴിവാക്കിയ ആൾക്കാർ വരെ, നമ്മളെ കുറ്റം പറഞ്ഞ് നടന്ന ആൾക്കാർ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും.
അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ചാനൽ തുടങ്ങാൻ, വീഡിയോസ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അത്രയും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ മാക്സിമം ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യുക. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മളെ തേടി വരും, ഉറപ്പായിട്ടും തേടി വരും. ഒരു 1K സബിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്ന എനിക്ക് ഇപ്പോൾ 20K സബുണ്ട്. അത്രയും സപ്പോർട്ട് ചെയ്യണ ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഇന്നെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. ഞാൻ എൻ്റെ ലൈവിലായാലും എൻ്റെ ഷോർട്സ് ആയാലും എന്ത് തന്നെ ഏതിലൂടെ വന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനായാലും കമൻറ്റ് ചെയ്യാനായാലും ആൾക്കാർ അതിന് ഒരു മിനിറ്റെങ്കിലും, ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ ആ 10 മിനിറ്റ് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവർ എനിക്ക് വേണ്ടി ആ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അത്ര വലിയ വീഡിയോസൊന്നുമല്ല, അത്ര എന്തുവാ അയ്യോ കണ്ടാലേ ഒക്കൂ, അതിന് മാത്രം അതിൽ കാണാനുണ്ടാവും, അതിന് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആൾക്കാരൊന്നുമല്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു മനസ്സുകൊണ്ട് ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴേ അവസാനമായിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഒരു 1.5 വർഷം, ഇനിയിപ്പോൾ 1.5 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. അപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ ലൈഫിലൂടെ കടന്നു പോയ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. വന്നവർക്കും നിന്നവർക്കും, ഒരു കാരണം കൂടാതെ എന്നെ വിട്ടിട്ട് പോയവർക്കും, പോയി എന്ന് പറഞ്ഞാലും അവരുണ്ടായിരുന്ന കാലത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈവ് തുടങ്ങണ മുതൽ എൻ്റെ ലൈവ് കഴിയണ വരെയും അവരെൻ്റെ കൂടെ നല്ല രീതിയിൽ കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒരിക്കലും കുറ്റം പറയില്ല, ഞാൻ ഒരിക്കലും പറയില്ല. എന്ന് വെച്ചാൽ എനിക്ക് അവരുണ്ടായിരുന്ന കാലത്ത് അവരത്രയും എനിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഇപ്പോഴും ഏട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്, എല്ലാവർക്കും. ഇനിയും ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈവിലേക്ക് വരണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് വീഡിയോ എടുക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് പല രീതിയിലും വീഡിയോസ് അത്ര നന്നായി വരണില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിലും നന്നായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ഒറ്റയ്ക്കായിട്ടും, അവരെടുക്കണില്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ എങ്കിൽ എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, അതല്ലേ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുക, ഷോർട്സ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇന്നും എന്നും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. അന്ന് സപ്പോർട്ട് ചെയ്തവർക്കും ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്കും നാളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ ഒരുപാട് താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.